ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. 2022 നമുക്ക് പുതിയ ജനറേഷൻ മഹീന്ദ്രയുടെ സ്കോർപിയോ എൻ എന്ന് പറഞ്ഞ വണ്ടി വരുന്നത്. ആ സമയത്ത് ഇവരുടെ അത്യാവശ്യം വളരെ പ്രോമിനൻ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ച് ആയിരുന്നു. നമ്മുടെ XUV 700 2021 ലോഞ്ച് ചെയ്തതിന് ശേഷം 2022 ഓഗസ്റ്റ് 15 ലോഞ്ച് ചെയ്ത വാഹനമാണ് സ്കോർപിയോ എൻ. ആ സമയത്ത് പ്രൈസിങ്ങും വളരെ അഗ്രസീവ് ആയിരുന്നു. 11.9 lakhs ആയിരുന്നു തോന്നുന്നു സ്റ്റാർട്ടിംഗ് പ്രൈസ്. എന്തായാലും ഫൈനലി ഇപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം 4 വർഷത്തിന് ശേഷം ഈ വാഹനത്തിൽ ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റഡ് ലോഞ്ച് ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 15 തന്നെയാണ്. അത് കൺഫേം ആയിട്ടില്ല, അതായത് ഇവരുടെ ടീസേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഏതായാലും വണ്ടി ഫുള്ള് ക്യാമഫ്ലാജ് ഒന്നും ഇല്ലാതെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടോ TVSയുടെ ഭാഗമായിട്ടോ എന്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഫുള്ളി അൺഡിസ്കൈസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ കിട്ടിയിട്ടുണ്ട്. സോ ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണല്ലോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് ഫ്രണ്ട് ഡിസൈൻ കാണാൻ പറ്റും. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഫ്രണ്ടിലത്തെ ഗ്രില്ലായിക്കോട്ടെ, ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ഫോഗ് ലാമ്പിൻ്റെ ഹൗസിങ്, ബമ്പറിൻ്റെ ഡിസൈൻ, എല്ലാ സാധനങ്ങളും എക്സാക്ട്ലി സെയിം ആണ്. ആകെപ്പാടെ കാണാൻ പറ്റുന്ന ആ ഒരു എഡാസിൻ്റെ ചെറിയൊരു സെൻസർ അവർ കൊടുത്തിരിക്കുന്നതാണ് ഫ്രണ്ടിൽ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് 700 കിട്ടുന്നുണ്ട്. ഇൻഫാക്ട് ഓസ്ട്രേലിയ ചില മാർക്കറ്റ്സിലൊക്കെ സ്കോർപിയോനെ പുറത്ത് എഡാസ് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇല്ലെങ്കിലും നമുക്ക് ഈ അപ്ഡേറ്റിൽ എന്തായാലും ഈ വണ്ടി വരും. ഇന്ത്യയിൽ ഉറപ്പായിട്ടും ഇല്ല, അതെനിക്ക് പറയാം. സോ നമുക്ക് എഡാസ് ലെവൽ 2 തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം. മഹീന്ദ്രയുടെ പൊട്ടുമിക്ക എല്ലാ വണ്ടികളും ലെവൽ 2+ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെയാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ നമ്മുടെ മറ്റേ ഡയമെൻഷൻസിൻ്റെ കാര്യത്തിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കാരണം ജസ്റ്റ് ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റീരിയർ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണ് സംഭവം മൈനറാണ് എന്നുള്ളത്. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നോട്ടീസബിൾ ചേഞ്ച് അലോയ് വീൽസിൻ്റെ ഡിസൈനിലാണ്. അഗൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഡിസൈൻ ആണെന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് പേഴ്സണലി ഈ ഫേസ്ബുക്ക് ഇങ്ങനത്തെ വീൽസ് ഡ്യുവൽ ടോൺ വരുമ്പോഴേക്കും അത്ര ഇഷ്ടമല്ല. പക്ഷേ എനിവേ അത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായേക്കാം. സംഭവം നമുക്ക് 18 ഇഞ്ച് വീൽസ് ഒക്കെ തന്നെ ആയിരിക്കും മാക്സിമം കിട്ടുന്നത്. ഇത് കണ്ടിട്ട് ഈ വണ്ടിയുടെ ബോഡി സൈസ് വെച്ചിട്ട് അങ്ങനെ വലിയ സൈസൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് 18 ഇഞ്ച് തന്നെ ആയിരിക്കണം നമുക്ക്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ചില വണ്ടികളൊക്കെ 19 ഇഞ്ച് വീൽസ് വരെ കിട്ടുന്നതാണ്. എനിവേ ഇനി അതല്ലാതെ നമുക്ക് മറ്റേ ഒരു സ്കോർപിയോണിൽ കിട്ടുന്ന പോലത്തെ ഒരു ക്രോം എലമെൻറ്റ്, ഇങ്ങനെ അതിൻ്റെ കൊമ്പൊക്കെ വളഞ്ഞിരിക്കുന്ന പോലെ, ഓർ മറ്റേ കയ്യാറോ വാട്ടെവർ എന്താണെങ്കിലും ആ ഒരു ക്രോം സ്ട്രിപ്പ് നമുക്ക് വിൻഡോ ലൈൻ്റെ താഴത്തൂടെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ബാക്കിലാണെങ്കിലും 4 എക്സ്പ്ലോറിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ സ്കോർപിയോയുടെ ബാഡ്ജിങ്, ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനൊന്നും വരെ വ്യത്യാസമല്ല. ഇൻഫാക്ട് സാധാരണ ഇങ്ങനെ ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ അകത്തെ ഇൻസേർട്സിലൊക്കെ കുറച്ച് വ്യത്യാസം വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് അതും വളരെ മിനിമൽ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ അവർ വരുത്തിയിട്ടുള്ളെന്ന് തോന്നുന്നു. അല്ലാതെ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ബമ്പർ, ബാക്കി സാധനങ്ങളിലൊന്നും ഒരു ഡിഫറൻസും വരുന്നില്ല. സോ അതാണ് നമ്മുടെ സ്കോർപിയോ ആൻഡ് ഫേസ് ലിഫ്റ്റിൻ്റെ എക്സ്റ്റീരിയർ ചേഞ്ചസ്. ഇൻറ്റീരിയറിൽ ഇതുപോലല്ല, ആക്ച്വലി കുറച്ചും കൂടി ചേഞ്ചസ് പറയാനുണ്ട്. ഇതിൻ്റെ ഇമേജസ് അത്ര ക്ലിയർ അല്ല, പക്ഷേ ആയതിൽ നിന്ന് ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ ചേഞ്ച് വരാൻ പോകുന്നത് നമ്മുടെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ തന്നെയായിരിക്കും. അതിൻ്റെ ആ ഒരു ഫുൾ സെൻറ്റർ കൺസോൾ, ആ ഒരു ഏരിയയുടെ ഡിസൈൻ മൊത്തത്തിൽ അവരൊന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഴയ വണ്ടിയുടെ ഇൻറ്റീരിയർ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. സോ നമുക്ക് നേരത്തെ ഒരു 8 ഇഞ്ചസിൻ്റെ ചെറിയ ഇൻഫോടൈം സ്ക്രീൻ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. സംഭവം UI ഒക്കെ മഹീന്ദ്രയുടെ പുതിയ UI തന്നെയാണ്. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും സൈസ് കൂടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ 3XO, XUV 7XO അങ്ങനെ എന്ന് പറയേണ്ട എല്ലാ വണ്ടികളും കിട്ടുന്ന 10.25 ഇഞ്ചസിൻ്റെ വലിയ സ്ക്രീൻ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. പിന്നെ നേരത്തെ അത് അവർ ഡാഷ്ബോർഡിൽ നല്ല കറക്റ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ അത് ഇത്തിരി ഹെഡ്സപ്പ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ AC vents ആണെങ്കിലും നമുക്ക് നേരത്തെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടായിരുന്നു വരുന്നത്. ഇപ്പോൾ പക്ഷേ ഡയറക്റ്റ് സ്ക്രീനിൻ്റെ താഴത്തായിട്ടാണ് 2 വെൻസ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ സോൺ ഓട്ടോ AC, അതിൻ്റെ കൺട്രോൾ പാൻസ്, പിന്നെ കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് നേരത്തെ ഉണ്ടായിരുന്ന പോലെ അതൊക്കെ തന്നെ സെയിം ആണ്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ഇതിനകത്ത് നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൺറൂഫ് ഇപ്പോൾ സിംഗിൾ പെയിൻ ആണ് വരുന്നത്. ചിലപ്പോൾ അത് പാനോറാമിക് സൺറൂഫ് ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്തായാലും അപ്ഡേറ്റ് അവർ കൊടുക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഉള്ളതിൽ നിന്ന് എന്തായാലും കുറച്ചും കൂടെ ചേഞ്ചസ് വരുത്തണമല്ലോ. പിന്നെ ഡാഷ്ബോർഡിലൊക്കെ നമുക്ക് സോഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ ഇതുപോലൊക്കെ തന്നെയായിരിക്കും. അവർ 7XOയിൽ നിന്ന് സ്റ്റിയറിംഗ് മാറ്റിയതാണ്. ഇത് പക്ഷേ ലാഡർ ഫ്രെയിം മറ്റേ റിയർ വീൽ ഡ്രൈവ് വണ്ടിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അത്രയും മോഡേൺ സ്റ്റിയറിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവേണ്ടതല്ല. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സൊക്കെ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്ത് വരും കേട്ടോ. അതൊക്കെ കോമൺ ആയിരിക്കും. ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റർ നമുക്കിപ്പോൾ ഈ സ്പൈ ഷോട്ട്സിൽ കിട്ടിയിട്ടില്ല. പക്ഷേ മിക്കവാറും നമുക്കിപ്പോൾ താറോക്സിലും സാധനങ്ങളൊക്കെ കിട്ടുന്ന പോലെ ഫുള്ളി മറ്റേ 10.25 ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ ക്ലസ്റ്റർ ആയിരിക്കാനാണ് സാധ്യതയുള്ളത്. സോ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ്. പിന്നെ നേരത്തെ പറഞ്ഞ സെൻട്രൽ സ്ക്രീനും AC vents പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഡിഫറൻസ് വരുന്നത്. പിന്നെ ആ സ്ക്രീനിൽ ഫിസിക്കൽ കൺട്രോൾസ് ഇതിനകത്ത് നമുക്ക് കുറച്ചധികം ബട്ടൺസ് ഉണ്ട്. പിന്നെ 2 മറ്റേ റൗണ്ട് തിരിക്കാൻ പറ്റുന്ന നോബ് വരുന്നുണ്ട്. നമ്മുടെ പുതിയ സ്ക്രീനിൽ സെൻട്രലായിട്ടൊരു വോളിയം നോബ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ കുറച്ച് എക്സ്ട്രാ ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്. അവരെല്ലാം എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല, പുതിയ വണ്ടി എന്ന് പറഞ്ഞ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലും ചേഞ്ചസ് പറയാൻ പറ്റുന്നത്. ഈ കളർ കോമ്പിനേഷൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയിൽ ബ്രൗൺ ആൻഡ് ബ്ലാക്ക് തന്നെയായിരുന്നു. ആൻഡ് ഇതത്ര മോശം കളറല്ല. ഈ വണ്ടിയുടെ ഒരു ഓവറോൾ അപ്പീൽ വെച്ച് നോക്കുകയാണെങ്കിൽ അഗൈൻ ഞാൻ പറയുന്നു, ലാഡർ ഫ്രെയിം ഷാസിയാണ്, റിയർ വീൽ ഡ്രൈവ് ആണ്, 4x4 ഓപ്ഷൻ, 4 എക്സ്പ്ലോർ എന്ന് പറഞ്ഞവർ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗണിൻ്റെ തീം ആക്ച്വലി എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്.
പിന്നെ സ്പേസ് ഒക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് ഒരു ലാഡർ ഫ്രെയിം വണ്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ടാണ് അവർ കൊടുത്തത്. പിന്നെ സസ്പെൻഷനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഈ പുതിയ ജനറേഷൻ വന്നപ്പോൾ ബോഡി റോളൊക്കെ അതിന് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്ലസ് പോയിൻറ്റ്സ് ഒക്കെ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യും. പക്ഷേ അതെല്ലാം ലാഡർ ഫ്രെയിം വണ്ടിയുടെ കാറ്റഗറി നോക്കണേ. ഇതിനകത്ത് അവർ ഇനി അക്കാര്യത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാനുള്ള സാധ്യതയില്ല. ജസ്റ്റ് ഒരു മിഡ് ലൈഫ് അപ്ഡേറ്റ് അല്ലെങ്കിൽ മിഡ് സൈക്കിൾ ഫേസ് ലിഫ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ കണ്ടാൽ മതി. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചേഞ്ച് പറയാൻ പറ്റുന്നത്. എഞ്ചിൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. നമുക്കിപ്പോൾ ഇതിനകത്ത് 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ കിട്ടുന്നുണ്ട്. M-Stallion ആണ്. 200 bhp 370 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് 6 സ്പീഡ് ടോക്കൺ മീറ്ററും 6 സ്പീഡ് മാനുവലാണ് കിട്ടുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ 2.2 ലിറ്റർ എംഹോക്ക് ഡീസലാണ്. അത് അവരിപ്പോൾ 2 പവർ ഫോമാറ്റ്സിൽ കൊടുക്കുന്നുണ്ട്. അതായത് ബേസിക് വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് 132 PS 300 Nm ടോർക്കാണ് വരുന്നത് മാനുവൽ. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴേക്കും 175 bhp അതുപോലെ 370 Nm ടോർക്ക് മാനുവലിൽ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ സെയിം 175 ഹോഴ്സ് പവർ തന്നെയായിരിക്കും, പക്ഷേ 400 Nm ടോർക്കാവും. ഇതിനകത്തും 6 സ്പീഡ് ടോക്കൺ മീറ്റർ ഓട്ടോമാറ്റിക്കും അതുപോലെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതായത് മൊത്തത്തിൽ ഈ വണ്ടിയുടെ പവർ ടൺ ഓപ്ഷൻസും എഞ്ചിൻ ഓപ്ഷൻസും എല്ലാം അത്യാവശ്യം നല്ല സോളിഡ് ആണ്. അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് അതിലും ഇനി വ്യത്യാസമൊന്നും വരുത്തേണ്ട കാര്യമില്ല. സോ ഇത്രയൊക്കെയാണ് നമുക്ക് പുതിയ സ്കോർപിയോ എൻ ഫേസ് ലിഫ്റ്റിനെ പറ്റി പറയാൻ പറ്റുന്നത്. 7XOയിൽ കണ്ടതുപോലെ അത്രയും ഭയങ്കര മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് ഒന്നല്ല, കുറച്ചൊരു ഇച്ചിരി മൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇത്. എനിവേ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സായി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.